ഹലോ നമസ്കാരം. രാധാസുമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പുഴയും കടന്നു എന്നുള്ള സീരിയലിൻ്റെ കഥയൊന്ന് കേട്ടാലോ. അങ്ങനെ കഥയിൽ നമ്മളെ നവീൻ വന്നിട്ട് രാജേശ്വരിയോട് തട്ടിക്കയറണം. അപ്പോൾ അമ്മ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ടേ. അപ്പോൾ ചോദിക്കും, പിന്നെ എന്താടാ, എന്തിനാ നീ കടന്ന് ബഹളം വയ്ക്കുക, എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പോൾ പറയും, എന്തിനാ അമ്മ കാവേരീനെ ഇവിടുന്ന് പറഞ്ഞയച്ച് എന്ന് ചോദിക്കുകയാണ്. അവൾ എല്ലാവരും എൻ്റെ നേർക്കേ വന്നിട്ടുള്ളൂ, എന്നെ പിന്നിന്ന് കുത്തി എന്നറിയും. എന്ത് കുത്ത്, എന്താ അമ്മ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, അവളെ ചതിക്കായിരുന്നു, ഇവിടെ വരുന്ന ആളുകളെയൊക്കെ ഗസ്റ്റിനെയൊക്കെ അവളുടെ പിന്നെ ഹോം സ്റ്റേക്ക് കൊണ്ടുപോകുമായിരുന്നു പറയും. അപ്പോൾ പറയും, ഇവിടെ റൂം എക്സ്പെൻസ് കൂടുതലാണെന്ന് പറഞ്ഞ് പോയവരല്ലേ കൊണ്ടുപോയതുള്ളൂ, അല്ലാണ്ട് വേറെ ആരെയും കൊണ്ടുപോയില്ലല്ലോ എന്നൊക്കെ പറയണം. അപ്പോൾ പറയും, നിനക്കെന്താ അറിയാം എന്ന് പറയാൻ. അപ്പോൾ പറയും, സത്യപാലനങ്ങളും അല്ല, സത്യപാലൻ എന്നല്ലേ അയാളുടെ പേര്, എന്താണ് അങ്ങ്, പിന്നെ അമ്മയും കൂടെ കളിച്ച കളിയെന്ന് എനിക്ക് മനസ്സിലായി. അമ്മയ്ക്ക് അവളെ കണ്ട അന്ന് മുതലേ അമ്മ ഇങ്ങനെ തന്നെയാണ് അവളെ കണ്ടിരുന്നത്, അങ്ങനെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്, എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമായതുകൊണ്ടല്ലേ അമ്മ അവളവിടെ ജോലിക്ക് നിർത്തിയിട്ട് അവളെ എങ്ങനെയെങ്കിലും പിന്നെ അവളുടെ വീട്ടുകാരെയും നശിപ്പിക്കണമെന്ന ചിന്തയിലല്ലേ ഇവിടെ നിർത്തിയതെന്നൊക്കെ ചോദിച്ച് ബഹളം വയ്ക്കുക. അപ്പോൾ പറയും, എനിക്കിതുവരെ കുട്ടിയോട് അവളോട് എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ അവൾ ഇന്ന് വരെ എന്നെ ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, അതെ, നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ ഞാൻ അവൾ നല്ലതായിരുന്നെങ്കിൽ നിനക്ക് അവളെ കല്യാണം കഴിപ്പിച്ച് തരുമായിരുന്നു. ഇനി അവൾക്ക് നിന്നെ കൊടുക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾ അങ്ങനെയാണ്, ഫ്രോഡാണ്, അതാണ് ഇനി പറയാനൊന്നും ബാക്കിയില്ല. അപ്പോൾ നവീൻ പറയും, അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ലെങ്കിൽ അത് പറയാം, പക്ഷെ അവളങ്ങനെ ഫ്രോഡ് അത് ഇതെന്ന് വിളിക്കേണ്ട കാര്യമൊന്നും അമ്മയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ തിരിച്ചു വന്നിട്ട് പറയും, അമ്മേ, ഇതുവരെ അവൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് എൻ്റെ ഹൃദയവും ഞാൻ കൊടുക്കും, ഈ റിസോർട്ടും ഞാൻ കൊടുക്കും എന്ന് പറയുകയാണ്. അത് പറഞ്ഞിട്ടാണ്ട് പോവാം. അപ്പോൾ എന്നിട്ട് ദേഷ്യം പിടിച്ച് രാജേശ്വരിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ് കേട്ടോ. അല്ല, എന്താണ് അയാളുണ്ടല്ലോ, അവരുടെ പെങ്ങൾ സത്യപാലൻ, എന്താണ് അയാളുടെ പേര്, അയാൾ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താണ്, ഒരു 3-4 ഗുണ്ടകളെ പോലത്തെ ഒരു 3-4 ആൾക്കാർ റിസോർട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ അയാളെ കാണുമ്പോൾ അവരാണെങ്കിൽ നല്ല ഫിറ്റിലാണ്. അപ്പോൾ റിസപ്ഷനിൽ ഇരിക്കുന്നത് നമ്മുടെ ആസിഫാണ്. ആസിഫിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുമ്പോൾ റൂമുണ്ട് ചോദിക്കുമ്പോൾ ഇല്ല അറിയും. റൂമില്ല പറയും. സിംഗിൾ റൂമായാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാറുമ്പോൾ ഇവിടെ റൂമേ ഇല്ല എന്നറിയും. നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും വേറെ ഹോം സ്റ്റേയോ ഹോട്ടലോ ഇതെന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇവിടെ ഒന്നും അറിയില്ല എന്നറിയും. അങ്ങനെ ഇവർ തിരിച്ചു പോകുന്ന സമയത്ത് പിന്നെ രാജേശ്വരിയൊക്കെ എന്തിനാണ് അവർ വന്നിട്ട് തിരിച്ചു പോയത് ചോദിക്കുക ആസിഫിനോട്. അപ്പോൾ ആസിഫ് പറയും, ഇങ്ങനെ റൂം അന്വേഷിച്ച് വന്നതാണ് മാഡം. എന്നിട്ട് എന്താ ഇവിടെ റൂമുണ്ടല്ലോ കൊടുക്കാമെന്നല്ലേ ചോദിക്കും. അപ്പോൾ പറയും, അതല്ല മേഡം, അവർ ഫുൾ ഫിറ്റാണ്, അവർ അത്രയും വെള്ളം അടിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത്, അവർക്ക് ഇവിടെ റൂം കൊടുത്ത് ശരിയാവില്ല. മാത്രമല്ല പെൺകുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് കാരണം അവിടുത്തെ സ്റ്റാഫുകളോടൊക്കെ അവർ വളരെ കണ്ണുകൊണ്ട് എന്താ പറയുക, റേപ്പ് ചെയ്യുന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ അത്രയും മോശമായിട്ടാണ് അവർ നോക്കുന്നത്. പിന്നെ ഒരു വീപ്പക്കുറ്റി സാരി ഉടുപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവർ അതും കൊണ്ട് പോകും. അതാണ് ഇപ്പോൾ അവരുടെ കണ്ടീഷൻ. അങ്ങനത്തെ ആൾക്കാർക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പണിയാവും എന്ന് അറിയും കേട്ടോ. അതിൽ ഇവളിങ്ങനെ ആലോചിക്കുകയാണ്, ഈ രാജേശ്വരി ഭയങ്കര സാധനം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് അറിയും, അവരെ വിളിക്കുകയാണ്. അപ്പോൾ പറയും, നിങ്ങൾക്ക് ഇവിടെ റൂമില്ല, സോറി എന്നൊക്കെ പറയും. അല്ല, വേറെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു പറയും. അപ്പോൾ ഇവരെ കണ്ടാൽ തന്നെ അറിയാം തന്നെ ഫ്രോഡുകളാണെന്നുള്ളത്. അപ്പോൾ പറയും, നിങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു മഹാനദി പറഞ്ഞിട്ടൊരു ഹോം സ്റ്റേ വേണമെങ്കിൽ അവിടെ പോയിക്കോളൂ പറയും. അപ്പോൾ ആസിഫും ഉണ്ട് കൂടെ. അപ്പോൾ ആസിഫുമായിട്ടൊന്നും അറിയും. ഞാൻ പറഞ്ഞത് നീ ചെയ്യുക, അവരുടെ ഫോണും അഡ്രസ്സും ഒക്കെ കൊടുക്കുക, ഇവരവിടെ പോയിക്കോട്ടെ. അവിടെ എന്തായാലും റൂം ഇത്ര എക്സ്പെൻസും അല്ല, നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, നല്ല ഫുഡും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇളക്കി വിടുന്നുണ്ട് രാജേശ്വരി. ഈ 4 ആൾക്കാരെയും കൂടെ അങ്ങോട്ട് പറഞ്ഞേക്കാൻ, മഹാനദിക്ക് പറഞ്ഞേക്കാൻ. അപ്പോൾ ഇയാൾക്ക് ആസിഫിന് ഭയങ്കര സങ്കടം കേട്ടോ. അപ്പോൾ പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് ആസിഫ്, ഇത് വേണ്ടായിരുന്നില്ല മാഡം, കാരണം അല്ല ആൻറ്റി, അവർ അറിയാലോ എന്തിനും പോകുന്ന 4 ആണുങ്ങൾ, അവിടെ ആരും ഇല്ലാത്തതല്ലേ, കാവേരിയുടെ വീട്ടിൽ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ഇവന്മാരെന്താ അവിടെ ഒപ്പിച്ച് വെക്കുക എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പിന്നെ ഇത് രാജേശ്വരി അറിയാം, ഞാൻ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല, അല്ലാണ്ട് ഞാൻ ഈ കാണുന്നത് മുഴുവൻ, അതുപോലെ കാശുള്ളവരത്തിന് കല്യാണം കഴിച്ചിട്ട് ഉണ്ടാക്കിയതില്ല, കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഹോം സ്റ്റേ ഉണ്ടാക്കിയത്. ഇതിലെ ഓരോ കല്ലിലും മണ്ണിലും കട്ടളയിലും എൻ്റെയും കൂടെ കഷ്ടപ്പാടും വിയർപ്പും ഉണ്ട്. പലതും ഇതുപോലെ പടയിളകി വന്നിട്ടും അതിനൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇത്ര വരെ എത്തിയത്. അതുപോലെ അവൾക്കും തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് നോക്കട്ടെ, അവൾ കാണട്ടെ, അവളുടെ ശങ്കൂറ്റം ഞാനൊന്ന് കാണട്ടെ എന്നിട്ട് അവരങ്ങനെ പോവുകയാണ്. അങ്ങനെ ഇവന്മാർ 4 പേരും കൂടെ
ഹോം സ്റ്റേ അന്വേഷിച്ച് ഇവിടെ എത്തുന്നുണ്ട്. മഹാനദി ഇനിയിപ്പോൾ ഇതിൽ റൂം കിട്ടും. കാരണം ഇവർ കുറേ സ്ഥലത്ത് പോയിട്ട് ഇവർക്ക് റൂം ഉണ്ടായിട്ടും ആരും കൊടുക്കാതെ വിട്ടതാണ്. കാരണം ഇവന്മാരുടെ കയ്യിലിരിപ്പ് കാരണം ഒക്കെ നല്ല വെള്ളത്തിലുമാണ്. മറ്റേ എന്താ പറയുക, അഴുക്ക് നോട്ടം ഇതും. അപ്പോൾ അങ്ങനെ ആരും റൂം ഉണ്ടായിട്ട് പോലും ആരും ഹോം സ്റ്റേ എവിടെയും കിട്ടാഞ്ഞിട്ടാണ് അവന്മാരിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ രാജേശ്വരിയുടെ ടീ കപ്പിലെത്തിയിരുന്നത്. ടീ കപ്പിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വിട്ടണത്. അപ്പോൾ പറയും, നിങ്ങൾ മര്യാദയ്ക്ക് നിൽക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരുത്തണ്ട് താടിയും മുടിയൊക്കെ വളർത്തിയാൽ ഞാൻ പറയും, നിങ്ങൾ 3 ആൾ മര്യാദയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നിൽക്കണം. പിന്നെ അല്ലാണ്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ പോയി ആദ്യം ഒന്ന് സംസാരിക്കട്ടെ, റൂമുണ്ടോയെന്നൊക്കെ ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മറ്റവന്മാരെ പറഞ്ഞു. ഒക്കത്തിന് ഫുൾ ഫിറ്റാണ്. അപ്പോൾ ഇപ്പം മാത്രമേ ഉള്ളൂ കുടിക്കാത്തത്. അപ്പോൾ മറ്റവന്മാരൊക്കെ ഫുൾ ഫിറ്റാണ്. അപ്പോൾ അവന്മാരെ നിർത്തിയിട്ട് ഇവ മാത്രം ചെല്ലും. അപ്പോൾ കാവേരി ഇങ്ങനെ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്നുണ്ട്. ആ സമയത്ത് പോയിട്ട് വിളിക്കുന്നത്, എക്സ്ക്യൂസ് മീ മാഡം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ സാർ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ റൂമുണ്ടോ എന്ന് പറയും. 2 റൂമുണ്ട് പറയും. അപ്പോൾ എന്താണ് എങ്ങനെയാണ് നിങ്ങളുടെ റെൻറ്റോ കാര്യങ്ങളോ? അപ്പോഴേക്കും കാരണം ഇവയാൾ ചെന്നപ്പോൾ തന്നെ കാവേരിനൊരു നോട്ടം നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഗംഗയും ശാരദയും ഒക്കെ അങ്ങോട്ട് വരുന്നത്. അതിന് പിന്നാലെ യമുനയും വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഇയാളുടെ നോട്ടം ശരിയല്ല എന്ന് ശാരദയ്ക്ക് മനസ്സിലായിട്ടോ. എന്നിട്ട് പറയും, ഞങ്ങൾക്ക് റൂം വേണമെന്ന് പറയും. ഇപ്പോൾ ഫാമിലിയാണോ ചോദിക്കുമ്പോൾ ഫാമിലിയാണെന്ന് പറയും. അപ്പോൾ 2 റൂമുണ്ട്. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു റൂമിന് 3000 രൂപയാണ്. അങ്ങനെ 2 റൂമിന് 1000 രൂപ. ഫുഡൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് ഇവിടെ നിന്ന് തരാം എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ഫുഡും ഇരുന്നോട്ടെ എന്ന് പറയും. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഐഡൻറ്റി കാർഡ് വാങ്ങിക്കും. ഐഡൻറ്റി കാർഡ് വാങ്ങി കൈ പിടിക്കുന്നുണ്ട്. അതിൽ പറയും, സാർ അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും എന്ന് പറയുമ്പോൾ 10,000 രൂപ കൊടുത്ത് കൊടുക്കും. അവർ സാർ ഇത്രയൊന്നും വേണ്ട, അത് ഞങ്ങൾക്ക് ചുരുങ്ങിയത് എന്തെങ്കിലും തന്നാൽ മതി പറയും. അതല്ല ഇരുന്നോട്ടെ, കാരണം ഒരു പക്ഷേ ഞങ്ങൾക്ക് 1-2 ദിവസം മാത്രം മതിയാവില്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. കുറച്ച് ദിവസം നിൽക്കേണ്ടി വരും. നോക്കുന്നത് ഈ പെമ്പിളേരെ നോക്കിയിട്ടാണ് ഈ പറയുന്നത്. അവർ ഗംഗനെയൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ അടിമുടിയാണ് നോക്കുന്നത്. അതുപോലെ യമുനേനെയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വെള്ളമിറക്കുക അവിടെ നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പറയും 10,000 എന്നുള്ളത്. പിന്നെ 2 റൂമിനും കൂടി ഒരു ദിവസത്തേക്ക് 6,000 ആയില്ലേ. പിന്നെ ഫുഡിൻ്റെ കാശ്, ഫുഡ് ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ തന്നെ മതി എന്ന് പറയുകയാണ്. അങ്ങനെയൊക്കെ പറയും. പക്ഷേ ശാരദയ്ക്ക് ഇവൻ്റെ നോട്ടം പ്രവർത്തി കാണുമ്പോൾ ശാരദ പറയും, നിങ്ങൾ ഫാമിലി ആയിട്ടാണോ വന്നത്? അതെ അമ്മേ, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നത്. അവരൊക്കെ അവിടെ പുറത്ത് നിൽക്കുകയാണ് പറയും. അപ്പോൾ ഫാമിലി ആയതുകൊണ്ട് കുഴപ്പമില്ല അറിയും. പക്ഷെ എന്നാലും ഇവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇയാളങ്ങോട്ട് പോണ സമയത്ത് ശാരദ പറയുന്നുണ്ട്, എന്തോ എനിക്ക് പിന്നെ ശരിയായിട്ട് തോന്നുന്നില്ല, നിങ്ങൾ ഇത് വേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമ്മയ്ക്ക് എന്താ അമ്മേ എന്ന് പറയാൻ, ഫാമിലി ആയിട്ടല്ലേ വന്നിട്ടുണ്ട്, ഇത് ശരിയല്ല മോളെ, ഇത് ശരിയല്ല എന്നാലും അവർ പറയുന്നുണ്ട് കേട്ടോ. അതാണ് പ്രായമായ ആൾക്കാർ എന്തൊക്കെയായാലും അവരുടെ മനസ്സേ, അവർക്ക് ഏതൊരു കാര്യമാണെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള പിന്നെ ബുദ്ധി ഉണ്ടല്ലോ. അങ്ങനെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇവൻ ചെന്നിട്ട് മറ്റോമാരങ്ങനെ അക്ഷമരായിട്ട് കാത്തു നിൽക്കുകയാണ്. എന്താണ് വരാത്തതെന്നറിയാതെ അങ്ങനെ അക്ഷമരായിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവൻ ചെന്നിട്ട് പറയുന്നത്, അവിടെ 3-4 പെൺപിള്ളേരാണ്. നല്ല ഹൽവ കഷ്ണം പോലത്തെ പിള്ളേർ, ഒരു അമ്മയും 3-4 പെൺപിള്ളേരും കൂടിയാണ് അത് നടത്തുന്നത്. പക്ഷെ ഞാൻ നിങ്ങളെ എന്ത് വിശ്വസിച്ചിട്ടാണ് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടാക്കുന്നത്? നിങ്ങളവിടെ പോയി തനി കൂതറകളാവും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നിങ്ങളുടെ നോട്ടം ഭാവം കണ്ടാൽ തന്നെ തെറ്റിദ്ധരിക്കും. ഇനിയിപ്പോൾ ഇവിടുന്ന് അടി വാങ്ങിക്കൊണ്ട് പോകേണ്ടി വരും എന്നൊക്കെ അങ്ങനെ മറ്റേ കൂട്ടുകാരെ ഉപദേശിക്കണം. 3-4 പേരാണ് ഇവർ. അപ്പോൾ ഇങ്ങനെ പറയുകയാണ്, ഞങ്ങളൊന്നും പ്രശ്നമാവില്ലടാ, പെൺപിള്ളേർ 4 ആളാണെന്ന് പറയുമ്പോഴേക്കും ഇവൻ അങ്ങോട്ട് ഇതാവണം. മറ്റേത് നീളമില്ലല്ലോ, ബാക്കി ഒറ്റ 3 പേരും അല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങളിപ്പോഴേ ഡീസൻ്റായി എന്നും പറഞ്ഞിട്ട്, എന്നാൽ ബാഗ് എടുത്ത് പോരെ, ഞാൻ പറയും അപ്പം മതി, എന്തായാലും നമുക്ക് പെട്ടെന്നൊന്നും ഇവിടുന്ന് പോകേണ്ടി വരില്ല, ഓരോ ദിവസം ഓരോരുത്തരെ നമുക്ക് പിടിക്കാം എന്നൊക്കെ വന്നിട്ട് കോഴിക്കുട്ടിക്ക് കയറുന്ന കുറുക്കൻ്റെ കാര്യം പറയും പോലെയാണ് കേട്ടോ. അങ്ങനെ ഓരോ ദിവസം ഓരോ കോഴീനെ തിന്നാം എന്നും പറഞ്ഞിട്ടാണ് അവന്മാർ അങ്ങോട്ട് കയറി വരുന്നത് തന്നെ. അപ്പോൾ പക്ഷേ ശാരദയ്ക്കൊരു സമാധാനക്കേട് പോലെ. അപ്പോൾ കാവേരി വയ്ക്കും ഗംഗോട്, അടി റൂമൊക്കെ ക്ലിയർ ആണെന്ന് വെച്ചപ്പോൾ, ഇല്ല ഞാൻ നേരാക്കണം, ഒന്ന് പെട്ടെന്ന് പോയി നേരാക്കുക എന്നിട്ട് അവളെ അങ്ങോട്ട് വിടുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ശാരദ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇവന്മാർ 4 ആളും കൂടെ കയറി വരിക. അപ്പോൾ റെഡി നോക്കടി, ഞാൻ പറഞ്ഞില്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞില്ല, ഇത് കണ്ടോ വരുന്നത് കണ്ടോ എന്ന് പറയും. അപ്പോൾ 4 ആണുങ്ങൾ ഇങ്ങനെ കയറി വരിക. ഇതിവിടെ ശരിയാവില്ല കേട്ടോ, ഇത് ശരിയാവില്ല എന്ന് അപ്പോഴേ അവർ പറയുന്നുണ്ട്. അപ്പോഴേക്കും കയറി ഇങ്ങോട്ട് വന്ന് വാതിൽ പിന്നെ അപ്പോൾ വാതിലിൻ്റെ അവിടെ നിൽക്കുകയാണ് ശാരദ. അപ്പോൾ അമ്മ ഒന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അവന്മാരങ്ങോട്ട് കയറി വരുമ്പോൾ പറയും, ഞങ്ങൾക്ക് റൂമിൽ കാണാൻ പറ്റുമോ വയ്ക്കുമ്പോൾ, ഇല്ല സാർ റൂം കുറച്ചും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് എന്ന്. അപ്പോൾ ഒരുത്തൻ പറയും, ഞങ്ങൾക്ക് റൂമിൽ കാണാമായിരുന്നു, ഇങ്ങനെ ആക്കി പറയൂ കേട്ടോ.
അപ്പോൾ ഗംഗേച്ചി പിന്നെ റൂമിൽ നിന്ന് കാണിച്ചു കൊടുക്കാറ്. അപ്പോൾ എടി നിൽക്കടി എന്ന് പറയുകയാണ് ശാരദ. അപ്പോൾ പറയും അമ്മ, അപ്പോൾ ഏതോ ഒരു സ്ത്രീ വന്നു, മറിയച്ചേട്ടത്തിയോ ആരും വന്നിട്ടില്ല, അവരൊന്ന് നോക്കാമേ പോയിട്ട് ഞങ്ങളിതൊന്ന് സെറ്റാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗംഗേനെയും കൂട്ടി വിടുകയാണ് റൂം കാണിക്കാൻ വേണ്ടി ഗംഗേനെയും കൂട്ടിയിട്ട് ഗംഗയുടെ കൂടെ ഇവരെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവിടെ അപ്പോഴേക്ക് യമുന പോയിട്ട് ബെഡൊക്കെ കുടഞ്ഞ് വിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ യമുന ഇത് ചെയ്യുമ്പോൾ ഇവന്മാർ ചെല്ലുന്നത് യമുന അറിയുന്നില്ലേ, ഇവന്മാർ പതുങ്ങിയ ചെല്ലുന്നത്. അങ്ങനെ പെട്ടെന്ന് യമുന ഞെട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവന്മാർ പറയുക നമുക്ക് എന്തായാലും 2 ദിവസം കൊണ്ടൊന്നും നമുക്ക് ഇവിടുന്ന് ഇത്തരത്തെ പരിപാടി കഴിഞ്ഞ് പോകാൻ പറ്റില്ല, ഒരു 4 ദിവസം നിൽക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയണം. അവരിങ്ങനെ മനക്കോട്ട കെട്ടുകയാണ്. പക്ഷേ ഇവളുമാർ ആൾക്കാരെന്നുള്ളത് ശരിക്കല്ല, നല്ല അടി മേടിച്ചിട്ട് തന്നെ ഇവന്മാർ ഇവിടുന്ന് പോകും മിക്കവാറും. പിന്നെ വിനീതും ഈ പ്രവീണോ എന്താ പയ്യനുണ്ടല്ലോ ജയജശ്വരിയുടെ മകൻ, അവരൊക്കെ ഉണ്ടല്ലോ ഹെൽപ്പിന്. എന്തെങ്കിലും കാത്തിരുന്ന് കാണാം നമുക്ക് ഈ പുഴയും കടന്ന് എന്നുള്ള സീരിയലിൽ. പിന്നെ ഇവരുടെ അച്ഛൻ്റെ ആത്മാവും കൂട്ടുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഉള്ളിലൊരു ടെൻഷൻ ഇല്ലാതില്ല ഈ സീരിയൽ കണ്ടിട്ട് കേട്ടോ. 3 പിള്ളേർ എന്ത് ചെയ്യുമോ എന്തോ അറിയില്ല, നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ കുറച്ച് മിസ്റ്റേക്കൊക്കെ കിടക്കുന്നുണ്ട്, തൊണ്ടയ്ക്കൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്, ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു.